CPI ചവിട്ടി പുറത്താക്കും. അതുമാത്രമാണ് CPM-ന് മുന്നിലുള്ള ആകെയുള്ള വഴി. കാരണം പറയാവുന്നതിൻ്റെ മാക്സിമമായി കഴിഞ്ഞു. ഇനിയൊരു അനുനയ നീക്കം ഈ പാർട്ടിക്ക് വേണ്ട എന്നുള്ള തരത്തിലേക്കാണ് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. കാരണം ഇന്ന് 2-1 അറിഞ്ഞു. കാരണം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് തീരുമാനത്തിലേക്ക് എത്തേണ്ട ഒരു ഘട്ടത്തിലാണ് CPI നിൽക്കുന്നത്. ഇനിയും CPM-നെതിരെ ഏതെങ്കിലും തരത്തിൽ അനുനയ നീക്കത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നൊരവസ്ഥയുണ്ടായാൽ പിന്നെ ഇടതുമുന്നണിയുടെ ഒരു കോണിലും CPI എന്ന് പറയപ്പെടുന്ന പാർട്ടി ഉണ്ടാവില്ല. വലിയേട്ടനോട് ഇനിയൊരു കളിക്ക് എന്തായിരുന്നാലും CPI-യും തയ്യാറാകില്ല എന്ന് തന്നെയാണ് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം ഇന്നിപ്പോൾ PM ശ്രീ പദ്ധതിയുടെ അഭിപ്രായ ഭിന്നതകൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അതിന് ആ തർക്കവിഷയമായി നിൽക്കുന്ന ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെ തലയൂരി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ ഗതികേടിൽ നിന്ന് എങ്ങനെ മാറ്റിയെടുക്കാമെന്നതിനെക്കുറിച്ചുള്ള വലിയ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ എത്തേണ്ട സാഹചര്യമല്ല എന്നുള്ളതാണ് CPI പറയുന്നത്. കാരണം CPI പണ്ട് ഇതുപോലെ 2017 തോമസ് ചാണ്ടിയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിലും അന്ന് ആ വിഷയത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം CPI മുന്നണിയിൽ എടുക്കുന്ന ഏറ്റവും കടുത്ത തീരുമാനങ്ങളിലൊന്നാണ് ഇപ്പോഴെടുത്തിരിക്കുന്നത്. 2017 വിഷയം നമുക്കറിയാം, തോമസ് ചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിഷയമായിരുന്നു അന്ന്. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് CPIയുടെ തീരുമാനം. ഇത് മുന്നണിയെ തത്വത്തിൽ ആകെ ഉലച്ചിരിക്കുന്നതാണ്. അല്ലാതെ തന്നെ ഈ സർക്കാർ ആടി ഉലയുകയാണ്. പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സർക്കാരായി CPM-ൻ്റെ സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി സർക്കാർ മാറുന്നു. അതിനൊരു അല്പം കൂടി ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രക്രിയകളാണ് ഈ CPIയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ CPI മന്ത്രിമാർ തന്നെ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മറ്റേതൊക്കെ സമ്മർദ്ദമാണ്. അതായത് CPI മന്ത്രിമാർ രാജിവെക്കാൻ പോകുന്നു, രാജിവെച്ചതിന് ശേഷം ഞങ്ങൾ മാറി ചിന്തിക്കും, അല്ലെങ്കിൽ പുറത്തു നിന്ന് പിന്തുണ കൊടുക്കും. ഇതൊന്നും ഇവരുടെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ CPM-ന്. പക്ഷേ ഇവരുടെ ഈ 16 സീറ്റിലല്ല ഈ ഇടതുമുന്നണി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധി ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിക്കും ഇല്ല എന്നുള്ളിടത്താണ് ഇവരുടെ പരാജയം. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മുഖ്യമന്ത്രി അനുനയ ചർച്ച നടത്തി. അതിനുശേഷം CPM-ൻ്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MA ബേബിയും കഴിഞ്ഞ ദിവസം ഇവരുമായിട്ട് ചർച്ച നടത്തി. അതിലൊന്നും ഇവരൊന്നും ഒതുങ്ങുന്നില്ല. കാരണം ഇവർ പിടിക്കുന്നത് അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നയം, ഫണ്ടിനെക്കാട്ടിലും വലുതാണ് നയം. എന്ത് നയം? ഈ പാർട്ടിക്ക് എന്താണ് നയം? ഇതേ ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPIയുടെ നേതാവായിട്ടുള്ള ബിനോയ് വിശ്വത്തിനോട് ചോദിച്ചത്. 20 പരിപാടി പണ്ട് UPയുടെ സർക്കാർ കാലത്ത് നടപ്പിലാക്കിയപ്പോൾ ആ 20 പരിപാടിയോടൊപ്പം യോജിച്ചു നിന്ന് പോകാൻ കഴുത്ത് കാട്ടിയ പ്രസ്ഥാനമല്ലേ CPI? പിന്നെ ഇപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ പുതിയ ഒരു സംവിധാനവും പുതിയ നയവും നയ പരിപാടികളും നിലപാടുമൊക്കെ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ പോലും CPIക്കോ അല്ലെങ്കിൽ CPIയുടെ നേതാവായിട്ടുള്ള ബിനോയ് വിശ്വത്തിനോ കഴിഞ്ഞില്ല. ഇന്ന് ഇങ്ങനെ അനുനയ നീക്കങ്ങളൊക്കെ വരുമ്പോൾ CPI അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, MA ബേബിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവിടെയും പരാജയമാണ്. MA ബേബിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും പരാജയമാണ് സംഭവിച്ചത്. അവരുടെ ചർച്ചയും പരാജയപ്പെട്ടു, മുഖ്യമന്ത്രിയുടെ ചർച്ചയും പരാജയപ്പെട്ടു. ഇതിൽ നിന്ന് ആണുകിട അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല, ഞങ്ങൾ മാറി ചിന്തിക്കില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് CPI ഒരു തരത്തിലും അടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന പഴയ സഖാവിൻ്റെ ഒരു മാജിക് ഉണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും ഇതുപോലെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, ഇത് ആ CPM-ൻ്റെ ആ വലിയ നേതാവ് ഇല്ലാത്തത് തന്നെയാണ്, കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്തത് തന്നെയാണ് ഇപ്പോൾ CPM അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. MV ഗോവിന്ദനെ കൊണ്ടൊന്നും ഇവരുടെ അടുത്തൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല. MV ഗോവിന്ദൻ സംസാരിക്കണമെങ്കിൽ പിണറായി വിജയൻ പറയണം. സ്വന്തമായിട്ട് അഭിപ്രായം പോലും ഇല്ലാത്ത തരത്തിലേക്കൊരു CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി തരംതാണ് പോകുന്ന കാഴ്ച കൂടി നമ്മൾ PM ശ്രീ വിവാദം ഉണ്ടാകുമ്പോൾ CPIയുടെ നിലപാടിനെ അനുനയിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഈ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി, അയാളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആയിരുന്നില്ല സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നത്. സത്യത്തിൽ EP ജയരാജൻ ഇരിക്കേണ്ട സ്ഥലത്താണ്, ആ സ്ഥാനത്താണ് ഇപ്പോൾ MV ഗോവിന്ദൻ ഇരിക്കുന്നത്. അതിനകത്തേക്കുള്ള ഇന്നർ പൊളിറ്റിക്സ് വേറെയാണ് CPM-മായി ബന്ധപ്പെട്ട് വരുന്ന. അത് ഈ CPM-ൻ്റെ ഇപ്പോഴത്തെ നേതാവ് എന്ന് പറയപ്പെടുന്നതും കഴിഞ്ഞ ഒരു 20 വർഷത്തെ നേതാവ് എന്ന് പറയപ്പെടുന്നതും പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വരുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കുന്ന നേതാക്കന്മാർ മാത്രം മതി ഈ പാർട്ടിയിൽ. അവിടെ സീനിയോറിറ്റിയോ
ഈ പറയുന്ന പാർട്ടിക്കുണ്ടാകുന്ന കേഡർ സംവിധാനങ്ങളോ ആ കേഡർ സംവിധാനത്തിൻ്റെ പുറത്ത് കഴിഞ്ഞ കാലാകാലങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സിസ്റ്റമാറ്റിക്കുള്ള സംവിധാനങ്ങളൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ പിണറായിസമാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചാണ്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അനുനയ ചാതുര്യം അത് വളരെ വലുതായിരുന്നു. അത് ഇവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയാതായി പോകുന്നതാണ് ഇപ്പോൾ ഈ പാർട്ടി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആരുമായിട്ടും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കുവാൻ വളരെ പെട്ടെന്ന് പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു കോടിയേരി. പക്ഷേ ഇന്ന് ആ കോടിയേരിയെപ്പോലൊരു നേതാവ് ഇവിടെ ഇല്ല. ഇനി അഥവാ CPM-ന് എം വി ഗോവിന്ദനും വിടൂ, എം വി ഗോവിന്ദൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ട് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല, ഒന്നും നടക്കാനും പോകുന്നില്ല. മറ്റൊന്ന് ദേശീയ സെക്രട്ടറിയാണ്. ദേശീയ ജനറൽ സെക്രട്ടറിയായിട്ട് എം എ ബേബിയും പിണറായിയുടെ കുഴലൂത്തുകാരനായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ മറ്റൊന്നും ചെയ്യാൻ കഴിയാതായി പോവുകയാണ്. ഇവിടെ ഏതെങ്കിലും ഈ സ്വീകരിച്ച നടപടി തെറ്റാണെന്ന് പറയാൻ CPM-ൻ്റെ ദേശീയ സെക്രട്ടറി കഴിയുമോ? ദേശീയ സെക്രട്ടറി എന്താ പറഞ്ഞത്? അന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഈ പ്രശ്നങ്ങളെല്ലാം കേരളത്തിൽ പരിഹരിക്കപ്പെടട്ടെ, കേരളം പരിഹരിക്കട്ടെ. കേരളം പരിഹരിക്കുമെന്ന് തന്നെയാണ് പിണറായി വിജയനും പറഞ്ഞത്. പക്ഷേ ദേശീയ ജനറൽ സെക്രട്ടറി അല്ലേ, എന്തെങ്കിലും ഒന്ന് വാമൊഴിഞ്ഞു പറയൂ എന്ന് അദ്ദേഹത്തിനോട് പലരും പലവട്ടം ചോദിച്ചതുകൊണ്ടാണ് അവസാനം പിണറായിയോട് ചോദിച്ചതിന് ശേഷം ഇങ്ങനൊരു മറുപടിയിലേക്ക് എത്തിയതും ഒരു അനുനയ നീക്കം CPI-യുമായിട്ട് നടത്തിയത്. പക്ഷെ അതിലും അവർ ഒതുങ്ങുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. അപ്പോൾ CPI-യുമായുള്ള അനുനയ ചർച്ചയ്ക്കായിട്ട് ഗോവിന്ദൻ ഇപ്പോൾ അടുത്ത തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ഇനി തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ ബിനോയ് വിശ്വമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്താ സംഭവിക്കാൻ പോകുക എന്നുള്ളത്. കാരണം ഇന്നത്തെ തീരുമാനം ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ടതാണ്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനം ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അത് ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വളരെ കൃത്യമായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. കാരണം UP-യോടൊപ്പം നിന്ന സമയത്ത് 20 പരിപാടികൾ അംഗീകരിക്കുവാൻ കാണിച്ച അതേ തിടുക്കവും അതേ മനസ്സും ഈ PM-ശ്രീ പദ്ധതിയിൽ എന്താ കുഴപ്പം എന്ന് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അന്ന് എടുത്ത നിലപാടുകൾ തന്നെയാണ് ഇന്നും എടുത്തത് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ മറ്റൊരു വിരട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഈ പാർട്ടിയിൽ നിൽക്കാം, ഈ മുന്നണിയിൽ നിൽക്കാം, ഇല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ൻ്റെ ആ തിട്ടൂരത്തിന് വഴങ്ങി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ CPI-യുടെ കയ്യിൽ മറ്റു വഴികളൊന്നുമില്ല. ഈ 16 സീറ്റ് വെച്ച് ഇനി എത്ര കാലം മുന്നോട്ട് പോകുമെന്നതിനെ കുറിച്ച് അറിയില്ല. ഇനി അഥവാ ഇനിയും ഈ പറഞ്ഞ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്ന ഈ രാജി സമ്മർദ്ദം അതൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട, വിരട്ടലും വിലപേശലും ഒക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് CPI-യുടെ അടുത്ത് പോലും ഇപ്പോൾ CPM-ൻ്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഇവിടെ MA ബേബിയോ MV ഗോവിന്ദനോ ഒന്നും അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ സ്റ്റാമ്പുകളായിട്ടുണ്ട്. ഒരാൾ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട്, ഒരാൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ ഇങ്ങ് ക്ലിഫ് ഹൗസിലാണ്, പിണറായി വിജയൻ പറയുന്നത് മാത്രമേ നടക്കൂ, അത് മാത്രമേ നടപ്പിലാകൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ ആലപ്പുഴയിൽ ബിനോയ് വിശ്വമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ വാചകങ്ങൾ അല്ലെങ്കിൽ അന്ന് കൊടുത്ത നിർദ്ദേശങ്ങൾ അത് അംഗീകരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ CPI-യുടെ മുമ്പിൽ. CPI ഇടതുമുന്നണി വിട്ടാൽ എവിടെ പോകും? കോൺഗ്രസിൽ പോയി 20 സീറ്റ് വാങ്ങിക്കുമോ? 20 സീറ്റ് പോയിട്ട് 2 സീറ്റ് കൊടുക്കില്ല UDF. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്തായാലും CPI-ക്ക് ഇവിടെ നിന്ന് മറുകണ്ഠം ചാടി UDF-ലെത്തിയാലും ഒരു രക്ഷയുമില്ല. ഇനി അങ്ങനെ ഒരു മറുകണ്ഠം ചാടുന്ന സ്ഥിതിവിശേഷം വന്നാൽ ഈ പാർട്ടിക്കുള്ളിൽ പിളർപ്പുണ്ടാകും എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മറുകണ്ഠം ചാടാൻ വലിയ ആൾ കാണില്ല. ഇനി ഇവിടെ നിന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന ഇതിനെക്കാട്ടിയും ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ 16 സീറ്റുകളുണ്ട് CPI-ക്ക്. പക്ഷേ വരുന്ന തിരഞ്ഞെടുപ്പിൽ 8 സീറ്റിൽ കുറയും. 8 സീറ്റ് പോലും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അത്രയും കുറഞ്ഞ സീറ്റുകളിൽ മാത്രം വിജയിക്കാൻ പോകുന്ന ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറും. അതുകൊണ്ട് ഒന്നുകിൽ CPM പറയുന്നത് അനുസരിച്ച് കേട്ട് മിണ്ടാതെ ഉരിയാടാതെ നിന്നാൽ CPI-ക്ക് മുന്നോട്ട് പോകാം. ഈ പാർട്ടി ഉണ്ട്, ഇങ്ങനെ ഒരു പാർട്ടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയെ ചവറ്റുകുട്ടയിലേക്ക് ചവിട്ടിയെറിയുവാനുള്ള കരുത്തുണ്ട് CPM-നെന്ന് തന്നെയാണ് കഴിഞ്ഞ ആലപ്പുഴയിലെ ബിനോയ് വിശ്വവും പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കകത്ത് വളരെ രഹസ്യമായി പറഞ്ഞത്. ആ പറച്ചിലുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള മനസ്സ് ബിനോയ് വിശ്വത്തിനുള്ളത് കൊണ്ട് തന്നെ CPI ഇന്നത്തെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചാലും നാളെ മുതൽ ഈ മന്ത്രിസഭാ യോഗങ്ങളിലൊക്കെ ഉണ്ടാകും. മന്ത്രിസഭാ യോഗങ്ങളിൽ മാത്രമല്ല ഈ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടാകും. ആരും രാജിവെക്കാനും പോകുന്നില്ല. അങ്ങനെ ഒരു രാജി നാടകമൊക്കെ നടത്തി എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദം പെടുത്തുന്ന തരത്തിലേക്ക് എത്തുമായിരുന്നെങ്കിൽ ഈ പാർട്ടി അത് മുമ്പേ ചെയ്യുമായിരുന്നു. ഇന്ന് ഈ നിമിഷത്തിലല്ല, ഈ 16 സീറ്റ് വെച്ചിട്ടല്ല വിലപേശേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
പിന്നെ അങ്ങനെ ഒരു സമ്മർദ്ദതന്ത്രം ഉണ്ടാക്കിയാൽ പോലും CPIക്ക് പോകാൻ മറ്റൊരു ഇടമില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത്. അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് അനുസരിക്കുക, ഇല്ലെങ്കിൽ പുറത്തു പോവുക. ഇന്നലെ വരെ ഞങ്ങൾ രാജിവെക്കും, നിങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ പോകുന്നു എന്ന് പറയുന്ന CPIയുടെ നിലപാടിനെ വളരെ കണിശമായിട്ട് തന്നെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ കോടിയേരി ബാലകൃഷ്ണനെ പോലൊരു സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം ബുദ്ധിമുട്ട് ഈ പാർട്ടിക്ക് ഉണ്ടാവില്ലായിരുന്നു. ഇതിനു മുമ്പ് തന്നെ ഒരു അനുനയ നീക്കം കഴിഞ്ഞേനെ. അപ്പോൾ ഇവിടെ 4 മന്ത്രിമാരും CPIയുടെ കെ രാജനും ഒപ്പം തന്നെ പി പ്രസാദും ചിഞ്ചുറാണിയും GR അനിലും അടങ്ങുന്ന 4 പേരും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിലും വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി പങ്കെടുക്കുക തന്നെ ചെയ്യും. ഈ പറയുന്ന പോലെ CPIയുടെ നിലപാടുകളോട് യോജിക്കാൻ CPMന് മനസ്സില്ല. CPM പറയുന്ന നിലപാടിൽ അല്ലെങ്കിൽ CPM പറയുന്ന രീതിയിൽ പോകാൻ പറ്റുമെങ്കിൽ മാത്രം ഈ മുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധവും ബാന്ധവവും ഇവിടെ നിർത്താമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ അനുനയ ചർച്ചകളിൽ വളരെ കൃത്യമായി പിണറായി നൽകിയിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ള MA ബേബിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു നേതാക്കളോ ഒക്കെ അനുനയ നീക്കം നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്കൊന്നും ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുവാനോ ഇത്തരത്തിലൊരു കാര്യം പറയുവാനോ ആയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ CPI, ഞാൻ പറഞ്ഞില്ല, CPIക്കകത്ത് ഒരു വിമത നീക്കമുണ്ട്. അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലടക്കം ഈ വിമത നീക്കത്തിനെ എങ്ങനെ അട്ടിമറിക്കാം, എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ച് വലിയ ആലോചനകൾ നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ പ്രശ്നത്തിന് പരിഹാരം എന്നുള്ളത് എന്താണ്? ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവുമില്ല. കാരണം ഒരു MOU ഒപ്പിട്ടതിന് ശേഷം ഇനി ആ MOU മാറ്റിമറിക്കുക, ഇല്ലെങ്കിൽ ഒരു കത്തെഴുതിയിട്ട് ഞങ്ങൾ ഈ MOU അനുസരിക്കില്ല, ഞങ്ങളിതിനി ഇവിടെ നടപ്പിലാക്കില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഒന്നുകിൽ ഈ പാർട്ടി ഇനി ഇല്ലാതാകണം, ഇല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലാതാകണം. ഇത് രണ്ടും എന്തായാലും നടക്കാത്തിടത്തോളം കാലം ഈ MOUമായി അവർ മുന്നോട്ട് പോകും. CPIക്ക് വേണമെങ്കിൽ CPM പറയുന്ന പാതയിലൂടെ മുന്നോട്ട് പോകാം, സഞ്ചരിക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കൂടും കുടുക്കെടുത്ത് CPMൻ്റെ പാളയത്തിൽ നിന്ന് അല്ലെങ്കിൽ LDFൻ്റെ പാളയത്തിൽ നിന്ന് വിട്ടുകൊള്ളണം. പക്ഷേ എങ്ങോട്ട് ചേക്കേറും എന്നറിയാതെ നിൽക്കുന്ന CPIക്ക് ഒരു മാർഗവുമില്ല. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ചേക്കേറാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ടും ഈ CPMൻ്റെ തണലിൽ തന്നെ കഴിയും. LDFനോടൊപ്പം തന്നെ മുന്നോട്ട് പോവുക മാത്രമേ അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അത് മാത്രമാണ് അവർക്ക് ശരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.